എല്ലാ പേർക്കും സ്നേഹവന്ദനം. ഞാനൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ആരംഭിച്ചിട്ട് 16 ദീർഘവർഷങ്ങളായി. ഈ 16 വർഷങ്ങളിലും അനേകം സ്റ്റാറ്റസ് അപ്ഡേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു വീഡിയോ മെസ്സേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ധൈര്യം എനിക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ അതിനു വേണ്ടിയാണ് മുതിരുന്നത്. ഇത് അപ്പം നിർബന്ധം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല. ഈ പോയ ആഴ്ച കേരളത്തിൽ നടന്നൊരു ചെറിയൊരു അല്ലെങ്കിൽ സംഭവിച്ചൊരു വാർത്തയാണ്. ഒരു പ്രായമുള്ള മാതാവ് ഒരു ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആഭരണം മോഷ്ടിച്ചു എന്നത്. അപ്പോൾ ആ വാർത്താ മാധ്യമങ്ങളൊക്കെ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു വാർത്താ മാധ്യമം ഈ ഫേസ്ബുക്കിലൂടെ ഈ വാർത്തയെ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്ത സമയത്ത് ഞാൻ അതിനെ കാണുകയുണ്ടായി. അതേപോലെ തന്നെ സമയമുണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ ചുവടിൽ നൽകിയിരുന്ന കമൻറ്റുകളും ഞാൻ വായിച്ചു, അഭിപ്രായങ്ങളും വായിച്ചു. വളരെ വിചിത്രവും വളരെ ഹൃദയഭേദകവും വ്യത്യസ്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ചിന്തകളുമാണ്, അഭിപ്രായങ്ങളുമാണ് അവിടെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഒരു പ്രായമുള്ള മാതാവ്, 65 വയസ്സോളമായി. അപ്പോൾ ഈ പ്രായമുള്ള അവസ്ഥയിൽ ഹോം നേഴ്സിൻ്റെ ജോലിക്ക് പോകണമെങ്കിൽ അവരെത്ര പ്രയാസത്തിലൂടെയായിരിക്കും അവർ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. എങ്കിൽ അതിൻ്റെ കമൻസിൽ അഭിപ്രായങ്ങൾ അത് വന്നത് വേറെ, ഇതല്ലാതെ മറ്റേ പണിക്ക് പോകാമായിരുന്നല്ലോ. അവളെ ജനത്തിന് വിട്ടുകൊടുക്കണം. അവളെ ഈ മുഖം കണ്ടാൽ തന്നെ അറിയാം. അവരെ മുഖം കണ്ടാലൊന്നും അറിയാനായിട്ടില്ല. പറഞ്ഞ ഈ ബാക്കി 2 കാര്യങ്ങളും മറ്റേ പണിക്ക് പോകാനും പറ്റത്തില്ല. ആദ്യം പറഞ്ഞ കാര്യങ്ങളും ജനത്തിന് വിട്ടുകൊടുക്കുന്നതും കേരളത്തിൽ ഇന്ത്യയിലൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഈ അമ്മച്ചി എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കാണിക്കുന്നത് ഈ വിഷയം മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമൻസുകളൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷി എന്നാണ്. അതാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയുടെ ഇപ്പോൾ കറണ്ട് അവസ്ഥ എന്താണ്. അത് ശ്രദ്ധിക്കുന്നത് വലിയൊരു കാര്യമാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ലോകത്തിൻ്റെ മനസ്സാക്ഷി അതെത്രത്തോളം ഇൻടാക്റ്റ് ആയിരിക്കുന്നു, അതെത്രത്തോളം ലൈവായിരിക്കുന്നു, അതെത്രത്തോളം നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് മറുവശത്ത് നാം ഈ കൾപ്രിറ്റ്സ് എന്നും കുറ്റവാളികളെന്നും ആരോപിതരെന്നും എന്നൊക്കെ പറയുന്നവരെ നാം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വിധിപ്പുകൾ ചെയ്തുകൂടാ? എന്തുകൊണ്ടാണ് നാം ഇങ്ങനെയുള്ള ഈ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള കമൻസുകൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇത് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത വലിയ ക്രൂര കൊലപാതകങ്ങളും വലിയ ഈ കുറ്റങ്ങൾ ചെയ്തവർക്കും ഈ ലോകത്തിൻ്റെ ഈ നിയമങ്ങളിലും അല്ലെങ്കിൽ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. മനുഷ്യാവകാശം എന്ന് പറയുന്നത് നാം അവർക്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും അവർക്ക് മനുഷ്യാവകാശമുണ്ട്. അവർ ഈ ലോകത്ത് ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് അവരുടേതായിരിക്കുന്ന ഒരു സ്പേസ് ഈ ലോകത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു റൈറ്റ് ഉണ്ട്. അവരൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. വലിയ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തവർക്ക് വരെ, തീവ്രവാദികൾക്കും വലിയ കുറ്റങ്ങൾ, കോൾഡ് ബ്ലഡഡ് ആയിരിക്കുന്ന കുറ്റങ്ങൾ ചെയ്തവർക്ക് വരെ ആ ഒരു റൈറ്റ് ഉണ്ടല്ലോ. നാം അങ്ങനെ പറയാറുണ്ട്. ഈവൻ ഗോവിന്ദസ്വാമിക്കും അങ്ങനെയുള്ളവർക്ക്, വലിയ കുറ്റങ്ങൾ ചെയ്തവർക്ക് വരെ അത് ഉദാരമായിട്ട് ലഭിക്കുന്നത് നാം കണ്ടതാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത് സകലർക്കും ഉള്ളതാണ്. നാം ഇതൊരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. അടുത്ത രണ്ടാമത്തെ കാര്യം, ഇതൊരു ക്രിമിനൽ ആക്റ്റാണ്, അല്ലെങ്കിൽ അതാണ് അക്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ കോടതിയുടെ മുൻപിൽ പരിഗണനയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് ചരിത്രത്തിൽ നടന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞൊരു വിഷയമാണ്. അതിൻ്റെ മെരിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതെന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അതിപ്പോൾ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. അത് ചിലപ്പോൾ ഈ പറയുന്നതേ അല്ലായിരിക്കാം വിഷയം. ഞാനൊരിക്കലും ചെയ്ത കുറ്റത്തെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയല്ല, ഇതിന് വസ്തുനിഷ്ഠമായി ഞാൻ പറയുകയാണ്. ചിലപ്പോൾ ഈ കാര്യം അങ്ങനെയല്ലായിരിക്കാം, ഇതിന് വേറൊരു വേർഷൻ ഉണ്ടായിരിക്കാം. ഇത് ഇപ്പോൾ ഈ പരിഗണനയിൽ ഇരിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും ഇങ്ങനെയുള്ള വളരെ കഠിനമായിരിക്കുന്ന ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് നാം ഒന്ന് ചിന്തിക്കണം. അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഇത് എന്ത് വിഷയമാണ്, അല്ലെങ്കിൽ ഈ മാതാവ് ഇങ്ങനൊരു വിഷയം ചെയ്തെങ്കിൽ, ഈ കുറ്റം ചെയ്തെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ മാതാവിനെ ഇതിലേക്ക് നയിച്ചത്?
അത് നാം ഒന്ന് ചിന്തിക്കണം. നാം എല്ലാ കാര്യങ്ങൾക്കും ബഹുവശങ്ങൾ കാണുന്നവരല്ലേ. അപ്പോൾ ഇതിൽ നാം അങ്ങനെ കാണുന്നതിന് വേണ്ടി ശ്രമിക്കണം. 10-65 വയസ്സുള്ള ഒരു അമ്മച്ചി ഇപ്പോൾ ആ ജോലിക്ക് പോകുന്നത് തന്നെ എന്നൊന്ന് ചിന്തിക്കാം. 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധയാണ് അമ്മച്ചി. ഇപ്പോൾ മക്കളുടെ പരിഗണനയിൽ ഇരിക്കേണ്ടുന്ന ഒരു അമ്മച്ചിയല്ലേ. ഇപ്പോൾ അടുത്തൊരു വീട്ടിൽ ചെന്ന് അവിടെ ഈ ജോലിക്ക് വേണ്ടി അവൾ പോയതല്ലേ. അപ്പോൾ ജീവിതത്തിൽ അത്ര ഈസി ആയിട്ട് ജീവിക്കുന്നവർ ഒരിക്കലും ഈ സമയത്തൊന്നും ഇങ്ങനെയുള്ള ജോലിക്ക് പോകാറില്ല. ആ ജോലി വളരെ മാന്യമായിരിക്കുന്ന ജോലിയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ് അവരെ ഇങ്ങനെ ഒരു കുറ്റത്തിലേക്ക് നയിച്ചത്? ഇങ്ങനെ സ്വയാഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഇങ്ങനെ ഒരു കുറ്റത്തിലേക്ക് അവരെന്താ നയിച്ചത്? നാം അതിനെ ഒന്ന് മനസ്സിലാക്കണം. നാം പൊതുവേ ഇങ്ങനെ വൃദ്ധന്മാരൊക്കെ പീഡന വിഷയങ്ങളൊക്കെ ഇടപെടുന്ന സമയത്ത് വളരെ ജഡ്ജ്മെൻ്റലായിട്ട് സംസാരിക്കാറുണ്ട്. ഇളവനെന്തെൻ്റെ കുഴപ്പമാണ്, ധാരാളം ഇങ്ങനെയുള്ള സംസാരങ്ങൾ നാം സംസാരിക്കും. ഇങ്ങനെയുള്ള സംസാരങ്ങൾ നാം സംസാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ നാം വളരെ ഡിസ്ക്രീറ്റായിട്ട് അല്ലെങ്കിൽ വിവേചനത്തോടെ അല്ലെങ്കിൽ നാം അതിനെ തിരിച്ചറിഞ്ഞ് നാം സംസാരിക്കേണ്ടിയിരിക്കുന്നു. എന്ത് മാനസിക ഘടകമാണ്, എന്താണ് ആ അപ്പച്ചൻ അതിലേക്ക് നയിച്ചത്? ഞാനതിനെ വെള്ളപൂശുന്നതേയല്ല. നമ്മുടെ ഭവനങ്ങളിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ, നമ്മുടെ പിതാവോ അല്ലെങ്കിൽ നമ്മുടെ മാതാവോ നമ്മുടെ ബന്ധുവാണ് അങ്ങനെ ചെയ്തതെങ്കിൽ, അപ്പോൾ അവരുടെ ചുറ്റുപാടുകൾ നമുക്കറിയാം. നാം അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പറയാം അദ്ദേഹത്തിന് ഇന്ന വിഷയമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ക്രിമിനൽ ആക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഈ ഒരു വിഷയം ചെയ്യുന്നതിന് വേണ്ടി, അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു വിഷയം ചെയ്യുന്നതിന് വേണ്ടി പ്രിയ മാതാവിനെ നയിച്ചതെന്ന് നാം ഒന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ സമാനമായിരിക്കുന്ന ഈ ക്രിമിനൽ ആക്ട് ചെയ്യുന്നവരെ എന്താണ് ആ കുറ്റത്തിലേക്ക് നയിച്ചതെന്നുള്ള ഒരു ചുറ്റുപാടിനെ നാം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമുക്കും ഇതേ പ്രായമുള്ള മാതാവും ഇതേ പ്രായമുള്ള സഹോദരിമാരും കാണും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് നാം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെ പറ്റി നാം എങ്ങനെ കമൻറ്റ് ചെയ്യുന്നു? അപ്പോൾ ഇതുപോലത്തെ മാതാവ് നമ്മുടെ ഭവനത്തിലില്ലേ? ആ പ്രായമുള്ളവരല്ലേ? ആ വൈകാരികമായിരിക്കുന്ന അവസ്ഥകളുള്ളവരല്ലേ? ആ ആരോഗ്യത്തിലല്ലേ? സമാനമായിരിക്കുന്ന ആരോഗ്യമല്ലേ അവർക്കും കാണൂ? സമാനമായിരിക്കുന്ന ചിന്തകളല്ലേ അവർക്ക് കാണൂ? സമാനമായിരിക്കുന്ന ഫീലിങ്സ് അല്ലേ അവർക്ക് കാണൂ? അവർക്കും മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ മാതാപിതാക്കളെ പോലെയാണ് അവരെന്നുള്ള ചിന്തയും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാം എന്നാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെന്ന് ചാടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. നാളെ നാം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഹോർമോൺസും നമ്മുടെ മൂഡ്സും അതുമെല്ലാമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ നാളെ നാം എന്ത് ചെയ്യും, അടുത്ത നിമിഷം എന്താണ് നമ്മുടെ അവസ്ഥ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. വേദപുസ്തകത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെയൊക്കെ കമൻസ് ചെയ്തവരായിരിക്കാം. ഇതിനു മുമ്പ് കമൻസ് ചെയ്ത ധാരാളം ആളുകൾ, ഇങ്ങനെ സമാന കമൻസ് ചെയ്തവരൊക്കെ സമാന പ്രശ്നങ്ങളിൽ വീണ ചരിത്രം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാമും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും സമാനമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ചെന്ന് വീഴാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് എൻ്റെ വളരെ ഈ ഹമ്പിളായിരിക്കുന്നൊരു അഭിപ്രായം, ഇങ്ങനെയുള്ള കമൻസുകൾ ചെയ്യുമ്പോൾ വളരെ വിവേചനത്തോടെ, വളരെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.